ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മളിപ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ആണ് കേൾക്കുക. പരിശുദ്ധ മറിയം ആരാണ്? നമ്മളൊക്കെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മുടെ ചെറുപ്പകാലം മുതൽ കുടുംബങ്ങളിൽ കിട്ടിയ ആ പരിശീലനമാണ് മാതാവിനെ സ്നേഹിക്കാനും പക്ഷേ കൊന്ത ചെല്ലുവാനൊക്കെ നമുക്ക് കൃപ ലഭിച്ചത്. പക്ഷെ അതിനപ്പുറത്ത് നമുക്ക് അറിവുണ്ടാകണം പരിശുദ്ധ മറിയം ആരാണ് എന്ന്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ തിരുവചനം പഠിപ്പിച്ചു, ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ ഈശോയെ അറിയണം, പിതാവിനെ അറിയണം, ഇതാണ് നിത്യജീവൻ എങ്കിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെ അറിയുക എന്നുള്ളതും നിത്യജീവൻ തന്നെയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ അറിയുമ്പോൾ അറിഞ്ഞ് സ്വന്തമാക്കി ഈശോയെ നമ്മൾ സ്വന്തമാക്കുന്ന പോലെ തന്നെ പരിശുദ്ധ അമ്മയെ നമ്മൾ സ്വന്തമാക്കണം. നമ്മൾ വിചാരിക്കുന്നതിലും ചിന്തിക്കലൊക്കെ അപ്പുറത്താണ് മാതാവിൻ്റെ സ്ഥാനം ദൈവരാജ്യത്തിലുള്ളത്. കേവലം നമുക്കൊരു സഹായം നൽകുന്ന ഒരു അമ്മയായിട്ട് നമ്മൾ മാതാവിനെ കാണുന്നു, മധ്യസ്ഥയായിട്ട് കാണുന്നു. എന്നാൽ അതൊന്നും അല്ല മാതാവിൻ്റെ സ്ഥാനം. ധ്യാനത്തിൻ്റെ 2-ാമത്തെ ദിവസം 3-ാം ദിവസം ചൊവ്വാഴ്ച ദിവസം നമ്മൾ കേട്ടു സ്വർഗത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും നമ്മൾ കേട്ടു. അന്നൊരു കാര്യം പറഞ്ഞിരുന്നു, 3-ാം സ്വർഗത്തിൽ, സ്വർഗത്തിൻ്റെ പൂർണ്ണതയാണ് 3-ാം സ്വർഗം. അവിടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവമുണ്ട്, മാലാഖമാരുണ്ട്, പരിശുദ്ധ അമ്മയുണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? പരിശുദ്ധ അമ്മയുണ്ടെന്ന് പറഞ്ഞു 3-ാം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ. അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ മാതാവിന് അത്രയും വലിയൊരു സ്ഥാനമുണ്ട്. എല്ലാവരുടെയും ധാരണയും എല്ലാവരുടെയും അറിവും, ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഒരു സ്ത്രീയെ കണ്ടു, മറിയത്തെ കണ്ടു, നല്ലവളായിട്ട്. ഗബ്രിയേൽ ദൂതൻ കടന്നു വന്ന് മറിയത്തോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കൃപകൾ കൊണ്ട് മറിയത്തെ നിറച്ചു. അതുകൊണ്ട് മറിയം അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് പലരും വിചാരിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്ന പലരും പ്രഘോഷിക്കാറുമുണ്ട്. വസ്തുത നമ്മൾ അറിയണം മറിയം ആരാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധ മറിയം 3-ാം സ്വർഗത്തിൽ കടന്നു ചെല്ലാൻ കാരണം എന്താണ്? ഇതെല്ലാം വലിയ രഹസ്യങ്ങളാണ്. നമ്മളതിലേക്ക് കടന്നു പോവുകയാണ്. പരിശുദ്ധ മാതാവ് ഈ ലോകത്തിൻ്റെ ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുക. ഈ ലോകത്തിലൊരു സാധാരണ സ്ത്രീയല്ല പരിശുദ്ധ മറിയം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അധ്യായം 11 മുതൽ വചനം, ബുക്ക് ഓഫ് മാത്യു 11:11 യേശു പറയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. ഈ വചനം മാതാവിനെ ഉയർത്തുന്ന വചനമാണ്. നമുക്ക് ചിന്തിച്ചു നോക്കാം. അത് പക്ഷെ പറയുക, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. അപ്പോൾ യേശു പറയുകയാണ്, സ്നാപക യോഹന്നാനാണ് ഏറ്റവും വലിയവൻ. ഈ ഭൂമിയിലെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ ആരാണ്? സ്നാപക യോഹന്നാനാണ്. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ വരണം, അങ്ങനെയാണെങ്കിൽ യേശു ആരാണ്? സ്നാപക യോഹന്നാൻ ഒരു പ്രവാചകനാണ്, യേശു ദൈവപുത്രനാണ്. യേശു അപ്പോൾ ആരാ വലുത്? യേശുവാണ് വലുത്. അപ്പോൾ യേശു വലിയവനായിരിക്കെ എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകനാണ് വലുത്? അവിടെയാണ് ആ രഹസ്യം. നമുക്ക് ജ്ഞാനം ആവശ്യമുള്ളത്. പ്രിയമുള്ളവരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. ഇങ്ങനെയാണ് പറഞ്ഞത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകനാണ് വലിയവൻ. ഇവിടെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരുടെ ഗണത്തിൽ നിന്ന് ഈശോ തന്നെ മാറ്റി നിർത്തി. എന്നിട്ടാണ് പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനാണ് വലിയവൻ. അപ്പോൾ സ്ത്രീകളുടെ ഗണത്തിൽ നിന്ന് യേശു തന്നെ മാറ്റി നിർത്തുമ്പോൾ സ്വാഭാവികമായി സ്ത്രീകളുടെ ഗണത്തിൽ നിന്ന് യേശുവിനെ മാത്രമല്ല തൻ്റെ അമ്മയെയും മാറ്റി നിർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ത്രീകളുടെ ഗണത്തിൽ നിന്ന് യേശു തന്നെയും മാറ്റി തൻ്റെ അമ്മയെ മാറ്റി നിർത്തിയിട്ടാണ് യേശു പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനാണ് വലിയവൻ. അതായത് ഈശോ പറയാണ്, തൻ്റെ അമ്മയായ മറിയം ഈ ലോകത്തിലെ സ്ത്രീകളുടെ ഗണത്തിൽ പെടുന്നവൾ അല്ല, അവൾ ഈ ലോകത്തിലെ സ്ത്രീയുമല്ല എന്നാണ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഒരു വലിയ രഹസ്യം ഇവിടെ യേശു വെളിപ്പെടുത്തി തരികയാണ് മാതാവിനെ ഉയർത്തുവാൻ വേണ്ടിയിട്ട്. ഒരു വചനം വായിക്കുമ്പോൾ ഈ വചനത്തിൽ ഒന്നുമില്ല, മാതാവിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. യോഹന്നാനെ കുറിച്ച് പറഞ്ഞിരിക്കുക. നോക്കണമേ, എത്രയോ വലിയ രഹസ്യമാണ് വചനത്തിൽ ദൈവം അടക്കി വെച്ചിരിക്കുക. സ്ത്രീകളുടെ ഗണത്തിൽ നിന്ന് തൻ്റെ അമ്മ യേശു മാറ്റി. കാരണം യേശു വ്യക്തമായിട്ട് അറിയാം, മറിയം ഈ ലോകത്തിലെ സ്ത്രീ അല്ല. കാനായിലെ വിവാഹ വിരുന്നിലും കാൽവരി ക്രൂശിലും മരിക്കാൻ ക്രൂശിൽ കിടക്കുമ്പോൾ 2 പ്രാവശ്യം യേശു മറിയത്തെ തൻ്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചു, സ്ത്രീയെ എന്ന് വിളിച്ചു. അപ്പോൾ അവിടെ 2 പ്രാവശ്യം മറിയത്തെ സ്ത്രീ എന്ന് വിളിച്ചത് കൊണ്ട് മറിയത്തിനൊരു മഹത്വമില്ല എന്ന് ആൾക്കാർ പറയാറുണ്ട്. ആരാ? മറ്റുള്ളവർ. മാതാവിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവർ പറയും അത് മാതാവിനെ തള്ളി പറഞ്ഞതാണ്, അമ്മയെ തള്ളി പറഞ്ഞാണ് യേശു അങ്ങനെ പറഞ്ഞത്. വാസ്തവത്തിൽ യേശു ലോകത്തോട് പ്രഖ്യാപിക്കുക, പ്രഘോഷിക്കുകയാണ്, ഇവൾ സ്ത്രീയാണ് എന്നാണ്. ഇവൾ സ്ത്രീയാണെന്ന് യേശു പ്രഖ്യാപിക്കുകയായിരുന്നു. ആ 2 പ്രാവശ്യം മറിയത്തെ സ്ത്രീ എന്ന് വിളിച്ചതിലൂടെ. ആരാണ് ഈ സ്ത്രീ എന്ന് പറയുക? ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു. 15 വചനത്തിൽ ഹവ്വയെ സർപ്പം വഞ്ചിച്ചു കഴിഞ്ഞപ്പോൾ, പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹവ്വ കർത്താവിനോട് പറയുന്നൊരു വചനമുണ്ട്, സർപ്പം എന്നെ വഞ്ചിച്ചു, സർപ്പം എന്നെ വഞ്ചിച്ചു. അപ്പൊ കർത്താവ് സർപ്പത്തോട് പറയുകയാണ്, നീ ഇത് ചെയ്തുകൊണ്ട് നീ ശപിക്കപ്പെട്ടവനാണ്, നീ ഭൂമിയിൽ എഴുന്നേൽക്കുന്നു പറഞ്ഞിട്ട് പിന്നെ പറയാണ്, നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. കാരണം നീ സ്ത്രീയെ പരാജയപ്പെടുത്തിയില്ലേ, എൻ്റെ മകളായ 1-ാമത്തെ സ്ത്രീ നീ പരാജയപ്പെടുത്തിയില്ലേ, ഇതാ നിനക്ക് സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. ഈ ലോകത്തിലെ സ്ത്രീകളുമായി ശത്രുത അല്ലത്. വീണ്ടും കർത്താവ് പറയാണ്, അവൾ നിന്റെ തല തകർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ നിന്റെ തല തകർക്കും. ഈ ലോകത്തിലെ സ്ത്രീകളുമായുള്ള എതിർപ്പല്ല അവിടെ സൂചിപ്പിക്കുന്നത്. അവിടുന്ന് പറയുന്നു, ഒരു സ്ത്രീയെ ഞാൻ അയക്കും, നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൾ she will crush your head. അവൾ നിന്റെ തല തകർക്കും. ഒരു സ്ത്രീയെ കുറിച്ച് അന്ന് അനാദിയിലെ ദൈവം പ്രവചിച്ചു. ആ സ്ത്രീയാണ് പരിശുദ്ധ കന്യകാമറിയം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കന്യകാമറിയം ഈ ലോകത്തിന്റെ സ്ത്രീ അല്ല. കാരണം അവന്റെ തല തകർക്കാൻ വേണ്ടി അയക്കപ്പെട്ടവളാണ്. അപ്പോൾ ഈ ഒരു വലിയ രഹസ്യമാണ് യേശു കാനായിൽ വെച്ച് സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ട് അവിടെ പ്രഖ്യാപിക്കുന്നത്. ക്രൂശിൽ കിടക്കുമ്പോഴും യേശു പ്രഖ്യാപിക്കുന്നു, സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ട്. പാവം മനുഷ്യര് യേശു സ്ത്രീ എന്ന് വിളിച്ചത് കൊണ്ട് മറിയത്തെ അപമാനിച്ചല്ലോ. അതിന് പേര് ഒത്തിരി പേര് സഭ വിട്ടു പോകുന്നുണ്ടല്ലോ. എന്നാ പിന്നെ സ്ത്രീ എന്ന പേര് വേണ്ട, അമ്മയെന്നാക്കിയേക്കാം. അങ്ങനെയാക്കി ബൈബിളിൽ. തമിഴ് ബൈബിളൊക്കെ അമ്മയെന്നാണ് കൊടുത്തിരിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിയിലെ കണ്ടുപിടുത്തമാണ്. പെന്തക്കോസ്തക്കാര് പറഞ്ഞു സ്ത്രീ എന്ന് വിളിച്ച് അപമാനിക്കാനാണ്. ഓ, അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? എന്നാൽ അതൊക്കെ മാറ്റി അമ്മയെന്നാക്കി. നമ്മുടെ പല പ്രാർത്ഥനകളിൽ, ഈ കേരളത്തിലെ മണ്ണിൽ പല പ്രാർത്ഥനകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നൊവേന പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. യേശു വിളിച്ചു അമ്മേ എന്ന് വിളിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പള്ളി വായിക്കുന്നിട്ടുണ്ട്. ലജ്ജാകരമാണ്. വല്ല മനുഷ്യരും നായ്ക്കൾ കുരയ്ക്കുന്ന കേട്ടുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ സത്യങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് ലജ്ജാകരമാണ്. അവിടെ കർത്താവ് യേശു തൻ്റെ അമ്മയായ മറിയത്തെ സ്ത്രീയെ എന്ന് വിളിച്ചത് അവളെ ഉയർത്തി അഴിച്ചു മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ സ്ത്രീയാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പുയോശി ബൈബിളിൽ അവിടെ ഈ ഉൽപ്പത്തി 3:15 വചനം, കർത്താവ് പറഞ്ഞ വചനം, അവൾ നിന്റെ തല തകർക്കും. അവൾ നല്ല ബൈബിളിലുള്ളത് അവൻ എന്നാണ്, മലയാളം ബൈബിളിലുള്ളത്. ഇപ്പോഴത്തെ എല്ലാ ബൈബിളും അവൻ എന്നാണ്. എന്നാൽ ഈ മലയാളം ബൈബിളൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് പ്രചാരത്തിലിരുന്ന ലാറ്റിൻ ബൈബിളായിരുന്നു. ലാറ്റിൻ പരിഭാഷയിലുള്ള ഇംഗ്ലീഷ് ബൈബിളുകൾ. ആ ബൈബിളെല്ലാം എഴുതപ്പെട്ട് വെച്ചിരിക്കുന്നത് ഷീ വിൽ ക്രഷ് യുവർ ഹെഡ് എന്നാണ്. അവൾ നിന്റെ തല തകർക്കുമെന്ന്. ബൈബിൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗുഡ് ന്യൂസ് അവരൊക്കെ ആയിട്ട് കോംപ്രമൈസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരിയേറെ കാര്യങ്ങൾ മാറ്റിമറിക്കപ്പെട്ടു ബൈബിളിൽ നിന്നും. അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഒരു എക്സ്ക്യൂസായിട്ട് നമ്മുടെ POC ബൈബിൾ അടി കൊടുത്തിട്ടുണ്ട്. രക്ഷകനെ ഉദ്ദേശിച്ചുകൊണ്ട് ഗ്രീക്ക് പരിഭാഷയിൽ അവനെന്നും ലത്തീൻ പരിഭാഷയിൽ അവളെന്നുമാണ് വിവർത്തനമെന്ന് ബൈബിൾ എടുത്തിട്ടുണ്ട്, അടി കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ലത്തീൻ പരിഭാഷയിൽ അവളെന്നും ഗ്രീക്ക് പരിഭാഷയിൽ അവനെന്നുമാണ്. അതൊരു കോംപ്രമൈസ് ആണ്, അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കാരണം എന്താ, ഇനി അവനാണെങ്കിൽ അല്ല അവളാണെങ്കിൽ നാളെ പ്രശ്നം വരല്ലോ. ഇതൊക്കെ വിശ്വാസക്കുറവാണ് ഇതെല്ലാം അങ്ങനെ ചെയ്യുന്നത്. ഞങ്ങൾ തന്നെ പറയാൻ ആഗ്രഹിക്കുക.
കാരണം ദൈവത്തിൻ്റെ ഹിതം എന്താണ്, ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്, അത് അതുപോലെ ഏറ്റു പറയേണ്ടതാണ് ബൈബിൾ ഓരോ വചനങ്ങളും. പ്രിയമുള്ളവരെ, യേശു തൻ്റെ അമ്മയെ ഉയർത്തിയവിടെ മറിയത്തെ ഉയർത്തിയവിടെ മഹത്വപ്പെടുത്തുകയാണ്. ഇതാ നാം വായിക്കുന്ന തിരുവചനം യോഹന്നാൻ സുവിശേഷത്തിൽ 19:25, ജോൺ 19:25. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദല മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. തൻ്റെ കുരിശിന് ചൂട് നിൽക്കുന്ന തൻ്റെ അമ്മയെ യേശു കണ്ടു. പിന്നെ പറഞ്ഞിരിക്കുകയാണ്, യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. തൻ്റെ അന്ത്യ നിമിഷങ്ങളായി താൻ ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ട് പോവുകയാണ്. തൻ്റെ അമ്മ ഇനി ഒറ്റയ്ക്കാണ്. കാരണം യേശുപ്രഭു നേരത്തെ പോയി. ഇനി തൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് ഭൂമിയിൽ. അതറിഞ്ഞുകൊണ്ട് ഈശോ എന്താ ചെയ്തത്? യേശു കാണുകയാണ് തൻ്റെ കുരിശിന് ചുവട്ടിൽ നിൽക്കുന്ന താൻ സ്നേഹിച്ച ശിഷ്യൻ. അവിടെ പേര് പറഞ്ഞിട്ടില്ല, ശിഷ്യൻ്റെ പേര് എഴുതപ്പെട്ടിട്ടില്ല. അവിടെ താൻ സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ശിഷ്യൻ നിൽക്കുന്ന കണ്ടു ഈശോ പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ. ആ ശിഷ്യന് തൻ്റെ അമ്മയെ യേശു ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് തന്നെ അമ്മയോട് പറയാണ്, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. ഇവനാണ് ഇനിമേൽ നിൻ്റെ മകൻ. ആ മകനെ ഏൽപ്പിച്ചു കൊടുത്തു. അടുത്ത വചനം പറഞ്ഞിരിക്കുകയാണ്, അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഇത് സംഭവിക്കുന്ന ഗാഗുൽത്തായിലാണ്. യോഹന്നാൻ്റെ വീട് ഗാഗുൽത്തായിലല്ല. പക്ഷെ വചനം പറയുന്നു, സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. സ്വന്തം ഭവനം സ്വന്തം ഹൃദയമാണ്. ആദ്യം സംഭവിച്ചു, യോഹന്നാൻ ആ ശിഷ്യൻ യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി സ്വന്തം ഹൃദയത്തിലാണ് സ്വീകരിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വചനം പറഞ്ഞിരിക്കുകയാണ്, താൻ സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയം യേശുവിൻ്റെ സമ്മാനമാണ്. യേശു സ്നേഹിച്ച തൻ്റെ ശിഷ്യന്മാർക്കുള്ള യേശുവിൻ്റെ സമ്മാനമാണ് പരിശുദ്ധ കന്യകാമറിയം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് അമ്മയാണ് എങ്കിൽ മനസ്സിലാക്കണം, യേശുവിന് നൽകിയ സമ്മാനമാണ് പരിശുദ്ധ കന്യകാമറിയം. ഹല്ലേലൂയ. യേശു സ്നേഹിച്ച യേശുവിൻ്റെ ശിഷ്യന്മാർക്കാണ് യേശു സമ്മാനം നൽകിയത്. അപ്പോൾ വളരെ വ്യക്തമാണ്, ആരെല്ലാം ഈ ലോകത്തിൽ പരിശുദ്ധ കന്യാമറിയത്തെ സ്വന്തം അമ്മയെ സ്വീകരിച്ചിട്ടുണ്ടോ അവരെല്ലാം യേശുവിനാൽ സ്നേഹിക്കപ്പെട്ടവരും അവർക്ക് യേശു കൊടുത്ത സമ്മാനവുമാണ് യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ വ്യക്തമാണത്. കർത്താവ് പറഞ്ഞില്ലേ, അന്ന് നിങ്ങൾ ചോദിക്കും, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രസംഗിച്ചില്ലേ, രോഗികളെ സുഖപ്പെടുത്തിയില്ലേ, പിശാചുകളെ പുറത്താക്കിയില്ലേ, അത്ഭുതങ്ങളെ പ്രവർത്തിച്ചില്ലേ? നിങ്ങൾ ചോദിക്കും. അപ്പോൾ ഞാൻ അവരോട് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഇപ്പം സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ടോ രോഗിയെ സുഖപ്പെടുത്തിയത് കൊണ്ടോ ഞാൻ ദൈവരാജ്യം സ്വന്തമാക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും സുവിശേഷം പ്രസംഗിക്കുന്നത് കൊണ്ടോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടോ അവരെല്ലാം യേശുവിനാൽ സ്നേഹിക്കപ്പെടുന്നവരാണെന്ന് അർത്ഥം വരുന്നില്ല. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ ദാനമായിട്ട് കൊടുക്കുന്നു. ആത്മാവിനെ കിട്ടുന്നവന് സ്വാതന്ത്ര്യമുണ്ട്, അത് നല്ല രീതിയിലോ മോശമായ രീതിയിലോ വിനിമയം ചെയ്യുവാനായിട്ട്. പക്ഷെ അതുകൊണ്ട് അവരെല്ലാം യേശുവിൻ്റെ സ്വന്തമാണെന്ന് അർത്ഥം വരുന്നില്ല. എത്രയോ പേരുണ്ട് സുവിശേഷ പ്രഘോഷണം നടത്തി മറുവശത്ത് തിന്മയായിട്ട് ജീവിക്കുന്നവർ. ഇതാ ഒരു കാര്യമുള്ള വചനം പറയുകയാണ്, യേശു തൻ്റെ അമ്മയെ കൊടുത്തത് താൻ സ്നേഹിച്ചവർക്ക് മാത്രമാണ്. താൻ സ്നേഹിച്ചവർക്കാണ് ഈശോ തൻ്റെ അമ്മയെ കൊടുത്തത്. നമുക്ക് നന്ദി പറയാം കർത്താവിന്. ഈശോ നമ്മളെ ഓരോരുത്തരെ സ്നേഹിച്ചത് കൊണ്ടാണ് ഈശോയുടെ അമ്മയെ നമുക്ക് സ്വന്തം അമ്മയായിട്ട് കിട്ടിയത്. അത് ഈശോയുടെ നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ യേശു തൻ്റെ അമ്മയെ ശിഷ്യന് കൊടുക്കുക മാത്രമല്ല, ആ ശിഷ്യനെ മകനായി തൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നമ്മളെ ഓരോരുത്തരെയും മാതാവിന് മക്കളായിട്ട് ഈശോ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞു അമ്മയായിട്ട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ നമ്മളെ മക്കളായി യേശു മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം പരിശുദ്ധ അമ്മയുടെ മക്കളാണ്. പക്ഷെ നമുക്ക് ബാഹ്യമായിട്ടൊന്നും നമുക്ക് പ്രത്യേകമായിട്ട് അടയാളമൊന്നും കിട്ടിയിട്ടില്ലായിരിക്കാം. നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ,
ഞാൻ ഓർക്കുന്നു എൻ്റെ ചെറുപ്പകാലം മുതൽ ഒരു 4-5 വയസ്സ് പ്രായമുള്ള കാലഘട്ടത്തിലൊക്കെ എനിക്ക് മാതാവിനോട് ഭയങ്കര സ്നേഹമുണ്ടായിരുന്നു. മെയ് മാസത്തിലെ വണക്കമാസം ആരംഭിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ആരും പറഞ്ഞിട്ടില്ല, അവിടെ ഇരിക്കുന്ന മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ഞാനതെല്ലാം വലിയ അലങ്കരിച്ച് പ്രത്യേക ബൾബൊക്കെ ഇട്ട് പൂക്കളൊക്കെ വെച്ച് ഇങ്ങനെ എല്ലാ ദിവസവും അലങ്കരിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു കുടുംബ പ്രാർത്ഥന സമയത്ത്. പക്ഷെ അത് മാതാവിനുള്ള ഒരു സ്നേഹബന്ധമായിരുന്നു. എനിക്ക് യേശുവുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ എനിക്ക് യേശുവിനെക്കുറിച്ച് ഒന്നും അറിവുണ്ടായിരുന്നില്ല. എൻ്റെ എല്ലാ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയോടായിരുന്നു. പക്ഷേ ഞാൻ നവീകരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് ഈശോയെ തന്നത് പരിശുദ്ധ മാതാവാണ്. ഈശോയെ അറിയുവാൻ, ഈശോയെ മനസ്സിലാക്കുവാൻ യേശുവിനെ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. ഞാൻ അങ്ങനെ തന്നെ പറയും. പരിശുദ്ധ അമ്മയിലൂടെയാണ് ഞാൻ ഈശോയെ കണ്ടുമുട്ടിയത്. പിന്നീടാണ് എൻ്റെ യേശുവുള്ള എൻ്റെ ബന്ധം ആരംഭിക്കുക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പരിശുദ്ധാത്മാവുള്ള ബന്ധം ആരംഭിക്കുക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പിതാവുമായുള്ള ബന്ധം ആരംഭിക്കുക. അപ്പോൾ ഈ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും അടിത്തറയായി ഇതിലേക്ക് എന്നെ കൊണ്ടുവന്നത് പരിശുദ്ധ കന്യാമറിയം തന്നെയാണ്. ഹല്ലേലൂയ. ഇന്നും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആത്മാവ് ഏറ്റവും അധികമായി ലയിച്ചു ചേർന്നിട്ടുള്ളത് ആ പരിശുദ്ധ അമ്മയിൽ തന്നെയാണ്. എൻ്റെ എല്ലാ വേദനകളും നിമിഷങ്ങളും ഞാൻ ഏറ്റവും അധികം ആശ്രയിക്കുന്ന പരിശുദ്ധ അമ്മയിൽ തന്നെയാണ്. ആ ദൈവം വെച്ചിരിക്കുന്ന ഒരു കൃപയാണത്, അമ്മയെ സ്നേഹിക്കുവാനും. കാരണം ഞാൻ അമ്മയുടെ മകനാണ്. നമ്മൾ ഓരോരുത്തരും അമ്മയുടെ മകനും മകളുമാണ്. ഹല്ലേലൂയ. അപ്പോൾ മക്കളാകുമ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ താല്പര്യങ്ങൾ അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ടാകും. വീട്ടിലാണെങ്കിലും നമ്മുടെ അമ്മയെ സ്നേഹിക്കുമ്പോൾ, നമ്മൾ മക്കളാകുമ്പോൾ അമ്മയുടെ വേദനയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വേദനയാണ്. അമ്മ സന്തോഷം നമുക്ക് സന്തോഷമാണ്. തീർച്ചയായും ഈ ആത്മീയ ജീവിതത്തിലും മാതാവ് എനിക്ക് അമ്മയായിരിക്കുമ്പോൾ, ഞാൻ മകനും മകളുമായിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കണം, ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി നല്ലതാണോ? അമ്മയ്ക്ക് വേദന ഉണ്ടാക്കുന്നുണ്ടോ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വഴിയിലാണോ പോകുന്നത്? ഒരു അറിവ് നമുക്ക് മാതാവിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ആത്മീയ ജീവിതം നല്ല വഴി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കണം. ഇവിടെ വചനം പറഞ്ഞിരിക്കുകയാണ്, ഈശോ മരിക്കുന്ന സമയത്ത് യേശു തൻ്റെ അമ്മയെ ഒരു ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുത്തു. ഒത്തിരിയേറെ ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട് യേശുവിന് വേറെ സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്. മറ്റു വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ കന്യാമറിയത്തിന് വേറെ മക്കളുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അതിന് സഹായകമായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന വചനമാണ് മർക്കോസ് സുവിശേഷം 6-ാമത്തെ അധ്യായം 1 മുതൽ വചനം. ബുക്ക് ഓഫ് മാർക്ക് 6:1. യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. ശബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവൻ്റെ വാക്കുകേട്ട പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാ, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. ഇവിടെ വചനം പറഞ്ഞിരിക്കുകയാണ്, ആൾക്കാർ പറയുകയാണ്, ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? പിന്നെ പറഞ്ഞിരിക്കുന്നു, ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെ ഇല്ലേ? അപ്പം 4 സഹോദരന്മാരുണ്ട്. പിന്നെ പറഞ്ഞ സഹോദരിമാരെന്ന, അപ്പം ഒന്നിൽ കൂടുതലായി 2 വെച്ചു. അപ്പം എത്രയായി? 4 2 6 പേരായി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധ അമ്മയ്ക്ക് 6 മക്കളുണ്ട്. അപ്പോൾ ഈ വചനം വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്നു, മറിയത്തിന് വേറെ മക്കളുണ്ട്. അങ്ങനെ മക്കളുണ്ട് എങ്കിൽ ഒരു ചോദ്യം ഇവിടെ ഉയരുകയാണ്. കർത്താവ് ഈശോ കുരിശിന്മേൽ മരിക്കുന്ന സമയത്ത് യേശു എന്തുകൊണ്ടാണ് തൻ്റെ അമ്മയെ അവിടെ നിന്ന് ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുത്തത്? മക്കൾ സമ്മതിക്കുമോ? 6 മക്കളുണ്ട്. ഇവരാരിൽ സമ്മതിക്കുമോ ആ അമ്മയെ വേറെ എവിടെ പറഞ്ഞു വിടാനായിട്ട്, ഒരു ശിഷ്യനെ വീട്ടിൽ ആക്കാനായിട്ട് സമ്മതിക്കൂ? നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയോട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളുടെ അമ്മയെ ഒരു അയൽവാസി പറയാ, ഇവിടെ ഒന്നും ആവശ്യം ഞാൻ നോക്കിക്കൊള്ളാം, മക്കൾ സമ്മതിക്കുമോ? ഒരു മക്കൾ സമ്മതിക്കത്തില്ല. കാരണം അത് അപമാനകരമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് യേശു തന്നെ ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുത്തത്? നാം തിരിച്ചറിയണം ഒരു കാര്യം. യേശുവിന് വേറെ സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നില്ല. കന്യാമറിയത്തിന് ഒരു മകൻ മാത്രമേ ജനിച്ചിട്ടുള്ളൂ, അത് യേശു ക്രിസ്തു മാത്രമാണ്. ഒരിക്കലും യേശു തൻ്റെ അമ്മയെ അപ്രകാരം ഏൽപ്പിച്ച് കൊടുക്കുമായിരുന്നില്ല. തനിക്ക് വേറൊരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ദുർസാക്ഷ്യമായി പോകും ആണ് ചെയ്യുന്നത്. അപ്പോൾ തനിക്ക് മറ്റാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ശിഷ്യന് തൻ്റെ അമ്മയെ യേശു ഏൽപ്പിച്ച് കൊടുത്തത്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സഹോദരന്മാരും സഹോദരിമാരും എന്ന് പറഞ്ഞിരിക്കുക? ബൈബിളിലെ വചനങ്ങളുടെ ഉത്തരങ്ങൾ ബൈബിൾ തന്നെയാണ് തരേണ്ടത്.
ബൈബിൾ ഡിക്ഷണറി ബൈബിൾ തന്നെയാണ്. നമ്മൾ ബൈബിളിലെ വചനങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ലോകത്തിലെ പുസ്തകങ്ങൾ റെഫർ ചെയ്യാൻ വേണ്ടി പോകും. പല പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ വായിക്കും, അതാണ് സത്യം വിചാരിക്കും. പക്ഷെ ഇവിടെ ബൈബിൾ പഠിപ്പിക്കുന്നു ബൈബിൾ ഡിക്ഷണറി ബൈബിളാണെന്ന്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഐസിയ 34:16 34-16 വചനം ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇടയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കലിപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. തിരുവചനം പറയുകയാണ്, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം. ഏതാ കർത്താവിൻ്റെ ഗ്രന്ഥം? ബൈബിളാണ്. അപ്പോൾ വചനം പറയുകയാണ്, ബൈബിളിൽ കണ്ടുപിടിച്ച് വായിക്കണം, ഇവയിലൊന്നും കാണാതിരിക്കത്തില്ല. എവിടെയെങ്കിലും കാണും. എന്തുകൊണ്ടാണ്? ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. ഇപ്പം ദൈവത്തിൻ്റെ ഓരോ വചനത്തിനും ഓരോ ഇണയുണ്ട്. ഒരു വചനം വായിക്കുമ്പോൾ അതിന് അർത്ഥം മനസ്സിലാകുന്നില്ല, അതിൻ്റെ അർത്ഥം ബൈബിൾ ഏതൊരു പുസ്തകത്തിൽ കിടപ്പുണ്ട്, വേറെ ഏതൊരു പുസ്തകത്തിൽ അർത്ഥം കിടപ്പുണ്ട്. അതാ വചനം പറയുന്നത്, ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കലിപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിച്ച കാര്യങ്ങൾ, സംസാരിച്ച കാര്യങ്ങൾ കലാകാലങ്ങളിൽ ഓരോരോ പ്രവാചകന്മാരിലൂടെ ഓരോ ഗ്രന്ഥങ്ങളായിട്ട് എഴുതപ്പെട്ടു. ഇതിൻ്റെ സമാഹാരമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം സംസാരിച്ച കാര്യങ്ങളുണ്ട്. ഓരോ പ്രവാചകന്മാരിലൂടെ, അബ്രാഹത്തിലൂടെ, മോശയിലൂടെ, യോശുവയിലൂടെ, ശമൂവേലിലൂടെ, പിന്നെ ഇങ്ങോട്ട് പോരുന്നു ദാനിയേൽ, ദാവീദ്, സോളമൻ, സാംസൺ, അങ്ങനെ പോരുകയാണ്. അനേകം പ്രവാചകന്മാർ ദൈവം സംസാരിച്ചു. ജെറമിയ, എസക്കിയേൽ, യെശയ്യ, ഏലിയ, അനേകം പ്രവാചകന്മാരുണ്ട്. അപ്പോൾ ഇതെല്ലാം കാലാകാലം സംസാരിച്ചതെല്ലാം ക്രോഡീകരിച്ചതാണ് ബൈബിൾ. അപ്പോൾ ഇത് പല പ്രാവശ്യവും ദൈവം പല വ്യക്തികൾ സംസാരിച്ച കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ച കാര്യങ്ങളാണ്. ഇതെല്ലാം പുസ്തകത്തിൽ, ഈ ബൈബിളിൽ ഒന്നിൻ്റെ ഇണ മറ്റൊരു പുസ്തകത്തിലുണ്ട്. അത് കണ്ടുപിടിച്ച് വായിക്കണം. ഹല്ലേലൂയ. യേശുവിൻ്റെ സഹോദരന്മാർ ആരാണെന്ന് ബൈബിളിൽ നമ്മൾ പറയുന്നുണ്ട്. മത്തായി സുവിശേഷം അധ്യായം 28-1 മുതൽ നമ്മൾ വായിക്കുന്നത് കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഭാഗമാണ്. അന്ന് ശബ്ബത്ത് ദിവസം രാവിലെ സ്ത്രീകൾ കല്ലറയ്ക്കൽ വരുന്നു. അവിടെ വരുമ്പോൾ അവർ കല്ലുരുട്ടി മാറ്റിയിട്ടുണ്ട്. അവിടെ ഒരു ദൂതനെ അവർ കണ്ടു. 3 മുതൽ വചനം, അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെയായിരുന്നു, വസ്ത്രം മഞ്ഞ് പോലെ വെളുത്തതും. അവനെക്കുറിച്ചുള്ള ഭയനിമിത്തം കാവൽക്കാർ വിറവുകൊണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ. വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട്, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങളവനെ കാണുമെന്നും പറയുവിൻ. ഇതാ ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരമറിയിക്കുവാൻ ഓടി. അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങൾ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. ഇത് വലിയൊരു വെളിപ്പെടുത്തൽ നിമിഷമാണിത്. കർത്താവ് ഉത്ഥാനം ചെയ്തു. ഇപ്പം സ്ത്രീകൾ വരുമ്പോൾ കല്ലറ തുറന്നു കിടക്കുകയാണ്. ആ ദൂതൻ സ്ത്രീകളെ കാണുന്നു. ദൂതൻ സ്ത്രീകളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളിച്ചതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. എന്നിട്ട് വീണ്ടും ആവശ്യപ്പെടുകയാണ്, വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ. ഹല്ലേലൂയ. ദൂതൻ പറയുകയാണ്, നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോട്, ശ്രദ്ധിക്കണം വാക്ക്, നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോട് പറയണം അവൻ ഉയർപ്പിക്കപ്പെട്ടു എന്നും നിങ്ങൾ അവനെ ഒരു സ്ഥലത്ത് വെച്ച് കാണാമെന്നാണ് പറഞ്ഞു. സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഗലീലി. നിങ്ങൾ അവനെ ഗലീലി വെച്ച് കാണുമെന്ന് പറഞ്ഞു. ഈ സ്ത്രീകൾ ഇക്കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരം അറിയിക്കാൻ ഓടി. അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച പാദങ്ങൾ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. ദൂതൻ എന്താ പറഞ്ഞത്? പോയി ശിഷ്യന്മാരോട് പറയണം
ഗലീലയിലേക്ക് വരാൻ പറയാൻ പറഞ്ഞു. ശിഷ്യന്മാർ ഗലീല വരണം, അവിടെ വെച്ച് യേശു അവരെ കാണുമെന്നാണ് അറിയിപ്പ് കൊടുത്തത്. അപ്പോൾ ഈ വിവരം ശിഷ്യന്മാരെ അറിയിക്കാൻ വേണ്ടി സ്ത്രീകൾ ഓടിപ്പോകുമ്പോഴുണ്ട്, പോകുന്ന വഴി യേശു പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ യേശു അവരോട് പറയാണ്, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് പറയണം, അവരോട് ഗലീലയിൽ വരാൻ പറയണം. എന്താ വ്യത്യാസം? ദൂതൻ പറഞ്ഞത് ശിഷ്യന്മാരോട് പറയാൻ പറഞ്ഞു, ഈശോ പറഞ്ഞത് സഹോദരന്മാരോട് പറയാൻ പറഞ്ഞു. ഇനി രണ്ടു കൂട്ടർ എവിടെയാണ് വരേണ്ടത്? ഒരു സ്ഥലത്താണ് വരേണ്ടത്, ഗലീലിലാണ് വരേണ്ടത്. ദൂതൻ പറഞ്ഞ ശിഷ്യന്മാരും ഈശോ പറഞ്ഞ സഹോദരന്മാരും വരേണ്ടത് ഗലീല മലയിലാണ്. അപ്പം നമുക്ക് നോക്കാം ആരാണ് ഗലീല മലയിൽ വന്നത്. അതേ അധ്യായത്തിലെ 16 മുതലുള്ള വചനം. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, വചനം പറയുകയാണ്, യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. യേശു നിർദ്ദേശിച്ചത് ഈ 11 ശിഷ്യന്മാർ വരാനാണോ? യേശു ആര് വരാനാ പറഞ്ഞത്? സഹോദരന്മാർ വരാനാ പറഞ്ഞത്. എൻ്റെ സഹോദരന്മാർ പറയാനാ ഈശോ പറഞ്ഞത്. പക്ഷെ ഇവിടെ വചനം പറഞ്ഞിരിക്കുകയാണ്, യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരാണ് ഗലീല മലയിൽ വന്നത്. വരാൻ പറഞ്ഞ സ്ഥലം ഗലീല മലയാണ്. അവിടെ വന്നിരിക്കുന്നത് ശിഷ്യന്മാരാണ്. അപ്പോൾ യേശുവിൻ്റെ സഹോദരന്മാർ ആരാണ്? ശിഷ്യന്മാരാണ്. വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കുക. യേശു പറഞ്ഞു എൻ്റെ സഹോദരന്മാർ വരാൻ പറയാൻ പറഞ്ഞു. ദൂതൻ പറഞ്ഞു ശിഷ്യന്മാരോട് വരാൻ പറഞ്ഞു. ഇതൊന്നും മാറ്റി മറിഞ്ഞു പോയ കാര്യങ്ങൾ, എഴുതപ്പെട്ട കാര്യങ്ങളല്ല പ്രിയപ്പെട്ടവരെ. നാളെ ഈ തലമുറകൾ സംശയങ്ങൾ വരുമ്പോൾ മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിനക്ക് ഉത്തരം കണ്ടെത്താൻ ദൈവം ആഗ്രഹിക്കുകയാണ്. വചനത്തെ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞ് ബാഹ്യമായ ബുദ്ധി കൊണ്ട് മനുഷ്യൻ വചനത്തെ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാണ് യേശുവിന് സഹോദരന്മാരും ഉണ്ടായത്, മറിയത്തിന് മക്കളുണ്ടായത്. അത് പരിശുദ്ധാത്മാവിൻ്റെ വ്യാഖ്യാനമല്ല, അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള വ്യാഖ്യാനമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയെല്ലാം കടന്നു വരുന്ന പാപത്തിൻ്റെ ശക്തികൾ, പിശാചിൻ്റെ ശക്തികൾ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു, ദൈവത്തിൻ്റെ പദ്ധതി നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ തിരിച്ചറിയണം, നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. യേശു പറഞ്ഞില്ലേ, ഞാൻ പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് വരും, അവൻ വന്ന് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ സഹായം ആവശ്യമാണ്. പരിശുദ്ധ അമ്മയില്ലാത്ത പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ആവില്ല, ഒരിക്കലും ആവില്ല. സത്യത്തിൻ്റെ പൂർണ്ണത അല്ലത്. ഒരു 1000 രൂപ നോട്ട് അത് നോട്ടായിട്ട് മാറുന്നത്, 1000 രൂപയായിട്ട് മാറുന്നത് അതിന് ഇരുവശങ്ങളും മുദ്രയുള്ളത് കൊണ്ടാണ്. ഒരു വശത്ത് 1000 രൂപ എന്ന് അടിച്ചു വെച്ചിട്ടെന്ന് വിചാരിക്കുക, മറുവശത്ത് വെറും വെള്ളയാണ്. ഒരു പൈസയുടെ വിലയുണ്ടോ അതിന്? ഇല്ല. ഇതുപോലെയാണ് നാം തിരിച്ചറിയണം, ദൈവം നമുക്ക് നൽകിയ ദൈവത്തിൻ്റെ വലിയ 2 സമ്മാനങ്ങളാണ് പരിശുദ്ധാത്മാവും പരിശുദ്ധ കന്യാമറിയവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കൈയിലൂട്ടി പിടിക്കാം സ്വർഗത്തിലേക്ക്. മറിയം കന്യകയും പരിശുദ്ധയുമാണ്. അപരിശുദ്ധ മറിയത്തെ അവഹേളിക്കുവാൻ, വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ദുഷ്ടപിശാച് മനുഷ്യരിൽ കൊണ്ടുവരുന്ന സകല പഠനങ്ങളും തുടച്ചു മാറ്റപ്പെടേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധ മറിയം മഹത്വപ്പെടേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ കൈ ഉയർത്തിപ്പിടിച്ച് തന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.